പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു 35 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു പോവുക. കൂടാതെ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന് വിശേഷണമുള്ളത് ആർക്കാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആളെന്ന വിശേഷണമുള്ള വ്യക്തി ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആരാണ് ആ വ്യക്തി? ബാലഗംഗാധര തിലകനാണ് അല്ലേ. ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആളെന്ന വിശേഷണമുള്ള ആർക്കാണ്? ബാലഗംഗാധര തിലകനാണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഓപ്ഷൻസിൽ ഗാന്ധിജി ഉണ്ടാവും, ജവഹർലാൽ നെഹ്റു ഉണ്ടാവും, വല്ലഭായ് പട്ടേലൊക്കെ ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന വിശേഷണമുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകനാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ജപ്പാനിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. ജപ്പാനിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരാനി ആരാണ്? ശ്രദ്ധിക്കുക, വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുശേഷം സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ ആരാണത്? അരവിന്ദ ഘോഷാണ് അല്ലേ. അരവിന്ദോ ഘോഷാണ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് അരവിന്ദ ഘോഷാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലാ ലജ്പത് റായിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഞ്ചാബ് സിംഹം എന്ന് വിളിക്കുന്നത് ലാലാ ലജ്പത് റായിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അതിൻ്റെ സ്ഥാപകനും നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി ആരാണ്? അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പേര് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ് അല്ലേ. അപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അതിൻ്റെ സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവാണ് മാഡം ഭിക്കാജി കാമെ അല്ലേ. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ്. അപ്പോൾ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മാഡം ഭിക്കാജി കാമയാണ്. ഏഴാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? എന്താണ്? സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് PC റോയാണ്. ആചാര്യ PC റോയാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് PC റോയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു 7 ചോദ്യങ്ങളൊന്നും കൂടി വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. അതുപോലെ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടത്തുകയും സന്യാസിയാവുകയും ചെയ്തത് അരവിന്ദ ഘോഷാണ്. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അതുപോലെ തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവൊക്കെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ഭിക്കാജി കാമ. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് PC റോയാണ്. എട്ടാമത്തെ ചോദ്യം, നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ ഈ നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറാണ് നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിലെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധക അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണാലിസം എന്നറിയപ്പെടുന്ന ആരെയാണ്? ആനി ബസൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? അത് നമ്മുടെ ആനി ബസൻറ്റിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആനി ബസൻറ്റ്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണാലിസം ആണെങ്കിൽ അത് ദേശീയതയുടേതാണെങ്കിൽ ആനി ബസൻറ്റും, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ
സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ തെറ്റിപ്പോരുത് ഒരിക്കലും, അത് ശ്രദ്ധിക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്താണ് വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലിയും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റുമാണ്. സെറ്റല്ലേ? അടുത്ത 10ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതുപോലെ ഇന്ത്യൻ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. ദാദാഭായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറിയൊക്കെ കണ്ടുപിടിച്ച ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ചോർച്ചാ സിദ്ധാന്തമൊക്കെ കണ്ടെത്തിയ ദാദാഭായ് നവറോജിയാണ്. 11ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാരിയാണ് കേട്ടോ. സി രാജഗോപാലാചാരിയാണ് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബുൽ കലാം ആസാദാണ് അല്ലേ. മൗലാന അബുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായികയാണ് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. ഒന്നും കൂടി, നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിലെന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണാലിസം എന്നറിയപ്പെടുന്നത് ആനി ബസന്റും. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധകൻ, അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ അറിയപ്പെടുന്നത് സരോജിനി നായിഡു. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ അയൺമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭൂദാന പ്രസ്ഥാനമൊക്കെ കൊണ്ടുവന്നതാണ് ആചാര്യ വിനോബ ഭാവെ. അദ്ദേഹത്തിനെയാണ് 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത്. ആര് തിരഞ്ഞെടുത്തതാണ്? ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആചാര്യ വിനോബ ഭാവെയാണ്. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണെന്ന് അറിഞ്ഞിരിക്കുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസാണ് അല്ലേ. ഓക്കെ, ഗീവ് മീ ബ്ലഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം, അല്ലെങ്കിൽ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ബോസാണ്. അടുത്ത് മഹാമന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മദൻ മോഹൻ മാളവ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്താണ്? മഹാമന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മദൻ മോഹൻ മാളവ്യ. മഹാമന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു കേരളീയൻ ആരെന്ന് ചോദിച്ചാൽ അത് സി ശങ്കരൻ നായരാണ്, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം എന്താണ്? ഓടി വിളയാട് പാപ്പ എന്ന പ്രസിദ്ധമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അടുത്തത് ദണ്ഡി മാർച്ചിനിടെ ആലപിച്ച രഘുപതി രാഘവ രാജാറാം. എന്താണ്? ദണ്ഡി മാർച്ചിനിടെയാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം സംഗീതം നൽകിയത്. ഇതിന് സംഗീതം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ വിഷ്ണു ദിഗംബർ പുലസ്കാർ ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ദണ്ഡി മാർച്ചിനിടെ ആലപിച്ച രഘുപതി രാജാറാം എന്ന് പറയുന്ന ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കാർ ആണ് അല്ലേ. വിഷ്ണു ദിഗംബർ പലുസ്കാർ ആണ് ദണ്ഡി മാർച്ചിനിടെ ആലപിച്ച രഘുപതി രാജാറാമിന് സംഗീതം നൽകിയതാണ് വിഷ്ണു ദിഗംബർ പലുസ്കാർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റുകൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം.
സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1940 വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെ. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. മഹാമന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ സി ശങ്കരൻ നായർ. ഓടി വിളയാട് പാപ്പ സുബ്രഹ്മണ്യ ഭാരതി. രഘുപതി രാജാവ് രാജാറാമിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കാറാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ AO ഹ്യൂമാണ്, അലൻ ഒക്ടോവിയോ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അല്ലേ? INCയുടെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? നമ്മുടെ പിംഗലി വെങ്കയ്യാണ് അല്ലേ? പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇത് ഇപ്പോഴും തെറ്റിക്കുന്നവരുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ ഗീതം വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനമായിട്ടുള്ളതാണ് ജനഗണമന. ഇത് എഴുതിയതാണ് രവീന്ദ്രനാഥ ടാഗോർ. തെറ്റിക്കല്ലേ, ഇതും തെറ്റിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ അല്ലേ? അടുത്ത 26ാമത്തെ ചോദ്യം, ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിലേക്കും ഉണരുകയാണ്. ഇത് ആരുടെ വാക്കുകളെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് കേട്ടോ. ഇന്ത്യ അർദ്ധരാത്രിയിൽ എന്നുവെച്ചാൽ ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അദ്ദേഹം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടിങ്സ് ആണിത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി സർ മൈക്ലോ ഡയറിനെ വധിച്ചത് ആരാണ്? ഉദ്ധം സിംഗ് ആണ് അല്ലേ? ഉദ്ധം സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പ്രതികാരമായിട്ട് മൈക്ലോ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഓക്കെ. പഞ്ചാബിലെ നൗജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്തത് ഭഗത് സിംഗ് ആണ്. പഞ്ചാബിലാണ് നൗജവാൻ ഭാരത സഭ. ഈ ഒരു നൗജവാൻ ഭാരത സഭയ്ക്ക് രൂപകൽപ്പന കൊടുത്തത് ആരാണ്? ഭഗത് സിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഒന്നും കൂടി, ഇന്ത്യൻ INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഹ്യൂമാണ്. INCയുടെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ് സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം ജനഗണമന രവീന്ദ്രനാഥ് ടാഗോർ. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായിട്ട് സർ മൈക്ലോ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. പഞ്ചാബിലെ നൗജവാൻ ഭാരത സഭ രൂപം നൽകിയത് ഭഗത് സിംഗ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യമാണ്, 63 ദിവസത്തെ നിരാഹാര സമരം നടത്തിക്കൊണ്ട് മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? തിന്ദ്രനാഥ് ദാസാണ്. വളരെ ഒരു റയർ ക്വസ്റ്റ്യൻ ആണിത്. 63 ദിവസത്തെ നിരാഹാര സമരം നടത്തിക്കൊണ്ടാണ് കേട്ടോ. 63 ദിവസം കേട്ടോ. 63 ദിവസം എന്നൊരു കാര്യമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. 63 ദിവസത്തെ നിരാഹാരമാണെങ്കിൽ അതാരാണ്? തിന്ദ്രനാഥ് ദാസാണ്. 63 ദിവസത്തെ നിരാഹാരം നടത്തിയത് തിന്ദ്രനാഥ് ദാസാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബിപിൻ ചന്ദ്ര പാലിനെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 തവണ എന്ന് കേട്ട് പഠിച്ചു വയ്ക്കുക. 1-2 തവണ കേൾക്കേണ്ട കാര്യമില്ല. ഒറ്റ തവണ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലിരിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറേയൊക്കെ റെയർ ഫാക്റ്റുകളും ഉണ്ട്, കുറേയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ വീഡിയോ നിങ്ങൾക്കൊരു റിവിഷന് വേണ്ടി സഹായിച്ചു എന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.